ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനം 21ാം നൂറ്റാണ്ടിലെ കൊച്ചു കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന നഗ്ന സത്യമല്ലേ? പരസ്യമായ ഒരു പെണ്ണിനെ ചുംബിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഈ ലോകം കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, ശാസ്ത്രത്തിന് തെറ്റുപറ്റി സഹോദരങ്ങളെ, പാശ്ചാത്യ ലോകത്തിന് തെറ്റുപറ്റി സഹോദര, അല്ലാഹുവിന്റെ റസൂലിന് തെറ്റുപറ്റിയിട്ടില്ല. ലാ തഖൂമു സ്സാഅ ഹത്താ തൂജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്തരീഖ് വലാ യുൻകിറു ദാലിക അഹദുൻ വലാ യുഗയ്യിറുഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യമാണ്. കോഴിക്കോട് കണ്ടില്ലേ, എറണാകുളത്ത് കണ്ടില്ലേ, ഇനി വയനാട്ടിലെ കാണാൻ പോവുകയാ, ആലപ്പുഴയിൽ കാണാൻ പോവുകയാണ്, മലപ്പുറത്തും ഇൻഷാ അല്ലാഹ് കാണാൻ പോകുന്ന സത്യമാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കൂല. എന്താണ് ആ കാലഘട്ടം? ഹത്താ തൂജദൽ മർഅതു ജഹാറാ, പട്ടാപ്പകൽ 12 മണിക്ക് 1 മണിക്ക് 2 മണിക്ക് പരസ്യമായി ഒരു പെണ്ണിനെ കൊണ്ടു നിർത്തുകയാണ്. എവിടെയാണ്? രഹസ്യ മുറികളിലല്ല, മണിയറകളിലല്ല, ഒളിഞ്ഞ മുറികളിലല്ല, വിനോദസഞ്ചാര ഒളിക്കേന്ദ്രങ്ങളിലല്ല, ജഹാറൻ നിഹാറാ വസ്തരീഖ്, ഹൈവേ റോഡിന്റെ സൈഡിലും പുതിയ ബസ് സ്റ്റാൻഡിന്റെ നടുക്കും മാനാഞ്ചിറ മൈതാനിലും മറയൻ ഡ്രൈവിലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തും ഒരു പെണ്ണിനെ പരസ്യമായി കൊണ്ടു നിർത്തിയിട്ട് തുൻകഹു, അവളെ വ്യഭിചരിക്കപ്പെടുകയാണ്. ലിംഗങ്ങൾ കൊണ്ടുള്ള കർമ്മം മാത്രമല്ലാതെ വിധാനം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അശഫതാനി തസ്നിയാത് വസിനാഹുമാ അൽഖുബലു, ചുണ്ടുകൾ രണ്ടും വ്യഭിചരിക്കുന്നു സഹാബ. ആ ചുണ്ടുകളുടെ വ്യഭിചാരം ചുംബനമാണ്, ചുംബനമാണ്. ആ പരസ്യമായ ചുംബനം നടുറോഡിൽ നടക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. വലാ യുൻകിറു ദാലിക അഹദുൻ വലാ യുഗയ്യിറുഹു, ഒരാൾ പോലും അതിനെതിരെ പ്രതിഷേധിക്കാനോ എതിർക്കാനോ കാണുകയില്ല. അങ്ങനെ എതിർത്തിട്ടും കാര്യമില്ല. നാളെ ഉടനെ അടുത്ത സ്ഥലം കണ്ടുപിടിക്കുകയാണ്.